നിസ്ത്രൈഗുണ്യം എന്ന് പറയുന്ന മാർഗത്തിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന എനിക്ക് കോ വിധി കോ നിഷേധ. എന്നോട് ഇന്നത് ചെയ്യൂ എന്ന് പറയാനോ അല്ല ചെയ്യരുത് എന്ന് പറയാനോ എവിടെയാണ് വിധി നിഷേധങ്ങൾ? ഐ ആം ബിയോണ്ട് ദ ഡൂസ് ആൻഡ് ഡോൺസ്, കസ്റ്റമറി ആൻഡ് കൺവെൻഷണൽ. ഇതാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളോട് ആരെങ്കിലും ഈ ശ്ലോകം പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഞാനിത് വെറും ഒരു ശ്ലോകമായിട്ടാണോ പറയണത്? അല്ലപ്പാ, അല്ല. ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സും ബുദ്ധിയും എവിടത്തോളം പിന്നോക്കം ചെല്ലിടുമെന്ന് നിങ്ങൾക്കറിയാമോ? വേദോപനിഷത്ത് കാലം മുതൽക്ക് ഇന്നേ വരെ മുറിയാതെ സഞ്ചരിച്ചു വരുന്ന ആ ആകാശഗംഗയുണ്ട്, ശബ്ദഗംഗ. ആകാശത്തിൽ സഞ്ചരിക്കുന്ന ഗംഗയാണ് ശബ്ദം. അത് ഭൂമിയിലല്ല സഞ്ചരിക്കുന്നത്, ആകാശത്തിലാണ്. ഭൂമിയിൽ സഞ്ചരിക്കുന്നതാണ് നമ്മുടെ ഗംഗാ നദി, ജലപ്രവാഹം. ഈ ശബ്ദത്തിൻ്റെ പ്രവാഹം ആകാശത്തിലാണ്. ആ ശബ്ദത്തിലൂടെ വേദകാലം മുതൽക്ക് ഇന്നേ വരെ കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ മഹത്തായ ഒരു സംസ്കാരം. ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ 81 കൊല്ലം ജനിച്ച് പാറളിക്കാട്ട് ഗ്രാമത്തിൽ ജനിച്ച ഒരു കുട്ടിയായിരുന്നു, ഒരു ആൺകുട്ടി, അച്ഛനമ്മമാരുടെ ഒടുവിലത്തെ കുട്ടി. ആ കുട്ടിയുടെ ശരീരമാണിത്. ആ ശരീരത്തിന് മുൻപൊരു തലമുറ, അതിൻ്റെ മുൻപിലൊരു തലമുറ, അതിന് മുൻപിൽ തലമുറ, 1500 തലമുറ മുമ്പാണ് മഹാഭാരതം. അവിടുന്ന് അങ്ങടെ എത്രയോ എണ്ണമറ്റ തലമുറ മുൻപാണ് രാമായണം. അവിടുന്നും മുൻപാണ് കൃതയുഗം. അതിനും മുൻപാണ് വേദങ്ങളും ഉപനിഷത്തുകളും. അപ്പം അതുവരെ നീണ്ടു കിടക്കുന്ന ആ സംസ്കാര പ്രവാഹത്തിൽ കുളിച്ചു മുങ്ങിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിലിങ്ങനെ നീന്തി കളിക്കുകയാണ് ഭൂമാനന്ദ സ്വാമി. നീന്തി ഇങ്ങനെ കളിക്കുക. ഒരു പക്ഷേ എനിക്ക് ഗംഗാനദിയിൽ പോയി കുളിക്കാനായിട്ട് അത്ര വലിയ താല്പര്യമില്ല. ഒരു തവണ ഞാൻ പോയിട്ടുണ്ട്, കുളിച്ചിട്ടുമുണ്ട്. ആ ഗംഗ എന്ത് ചെയ്യും? ശരീരത്തിനെ കുളിപ്പിക്കും. ഒരു തുള്ളി വെള്ളം അകത്ത് പോയാൽ അസ്തു കച്ചു, അപ്പോൾ ഗംഗയിൽ പൊന്തി കിടക്കാം. ഹൃദയത്തിലേക്കോ മസ്തിഷ്കത്തിലോ എങ്ങാണ്ട് വെള്ളം കയറിയെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ എടുത്തുകൊണ്ട് വരണം അവിടുന്ന്. അപ്പം ഗംഗാനദി നമ്മളെ കുളിപ്പിക്കുന്നത് ശരീരത്തിനാണ്. ആയിക്കോട്ടെ, അപ്പം അതൊരു തപസ് എന്നുള്ള നിലയ്ക്ക് വളരെ നല്ലതാണ്, ആവശ്യമാണ്. ഗംഗാനദിയിൽ പോകണം, ഒരു തവണയെങ്കിലും കുളിക്കണം. കുരുതേ ഗംഗാ സാഗരഗമനം. ഭജഗോവിന്ദത്തിൽ ശങ്കരാചാര്യൻ പാടിയിട്ടുണ്ടല്ലോ, ഒരു തവണയെങ്കിലും നിങ്ങൾ ഗംഗാനദിക്ക് പോകണം. ആര്? ദക്ഷിണേന്ത്യയിലുള്ളവര്. അവിടെയുള്ളവര് ഗംഗാനദിക്കല്ല പോവുക, രാമേശ്വരത്തിലേക്ക് സമുദ്രസ്നാനത്തിനാണ് വരിക. അതൊക്കെ ഒരു തപസ് എന്നുള്ള നിലയ്ക്ക് ആയിക്കോട്ടെ. ശരിക്ക് നമ്മുടെ മനസ്സും ബുദ്ധിയും നന്നാവണം, മനസ്സ് പവിത്രമാകണം, മംഗളസ്വരൂപമാകണം, ബുദ്ധി പ്രബുദ്ധമാകണം, ആത്മസ്നാനം ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ സംസ്കാര ഗംഗയിൽ തന്നെ കുളിച്ച് നീന്തി ഊളയിടണം. അങ്ങനെ ഊളയിട്ടുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഈ ഒരു ശ്ലോകമല്ല, ഇത് വെറും അക്ഷരങ്ങളല്ല, പദങ്ങളല്ല, ഇത് വൃത്തവുമല്ല. ഇത് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന വിശേഷപ്പെട്ട ഒരു സംസ്കാരം, ഒരു വിജ്ഞാപനം, ഒരു ഉദ്ബോധനം, ഒരു പ്രബോധനമാണ്. നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ കോ വിധി കോ നിഷേധ. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? ആത്മജ്ഞാനിക്ക് ഈ കർമ്മചക്രം പിന്തുടരണം എന്ന് ഒരാളും പറയരുത്. പറഞ്ഞാൽ അതിന് പ്രസക്തിയില്ല. നമ്മുടെ ശാസ്ത്രങ്ങളും പറയില്ല, അറിവുള്ളവരും പറയില്ല. അവരെന്ത് ചെയ്യുന്നതും പ്രകൃതിയെ പോലെയാണ്. പ്രകൃതിയുടെ സത്വമായിരിക്കുന്ന അവർ, പ്രകൃതി എങ്ങനെയാണോ ഈ ഭൂമി വട്ടം തിരിയുന്നത്, സൂര്യനും പ്രദക്ഷിണം വയ്ക്കുന്നത്, കാലാകാലത്തിൽ ഋതുക്കൾ വരുന്നത്, അതേമാതിരി ഈ ജ്ഞാനികളുടെ ഉദ്ഭവവും അവരുടെ പ്രവർത്തനവും അവരുടെ തിരോധാനവും അങ്ങനെ സ്വാഭാവികമായി നടക്കുന്നു. ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും. അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ഒരാളും പറയണ്ട. അവരെ പോയി കാണുക, നമസ്കരിക്കുക, അവരുടെ അനുഗ്രഹം ചോദിക്കുക, നല്ല വാക്ക് 4 ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ ഞങ്ങൾ ദാഹിക്കുന്നു എന്ന് പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങളോ ഉപഹാരങ്ങളോ സമർപ്പണങ്ങളോ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തോളൂ. ക്ഷേത്രത്തിൽ പോയി നേന്ത്രക്കായുടെ കൊല കൊടുത്താൽ എത്രത്തോളം നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവുമോ, പുണ്യമുണ്ടാവുമോ, അതിനേക്കാൾ എത്രയോ ഇരട്ടി പുണ്യമാണ് ഒരു തത്വജ്ഞനെ പോയി കാണുന്നത്. ഒരു തത്വജ്ഞനെ കാണുമ്പോൾ നിങ്ങൾ കാണുക മാത്രമല്ല, അദ്ദേഹം നിങ്ങളെയും കാണും. അതുപോലെ ഈ പോകുന്നവരെയൊക്കെ ക്ഷേത്രത്തിലുള്ള ക്ഷേത്രപാലൻ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കേട്ടോ മറുപടി. നമ്മൾ കാണുന്നു എന്നുള്ളത് ശരി, അദ്ദേഹം കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ കാഴ്ചയുടെ വൈഭവം പോലെ ഉണ്ടാവും അവിടുന്ന് കിട്ടുന്ന പുണ്യാനുഗ്രഹം.
നേരെ മറിച്ച് തത്വജ്ഞനെ കാണുമ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ, നിങ്ങൾ പറയുന്നത് പോലെ, നിങ്ങളെ കാണാനും നിങ്ങൾ പറയുന്നത് കേൾക്കാനും ഒരു ഹൃദയം കൂടി, ഒരു വ്യക്തിത്വം കൂടി നിങ്ങളെപ്പോലെ അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഉപനിഷത്ത് പാടുന്നത് തസ്മാത് ആത്മജ്ഞം ഹ്യർച്ചയേത് ഭൂതികാമഃ. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? ഐശ്വര്യപ്രിയന്മാരാണെങ്കിലും നിങ്ങൾ ആത്മജ്ഞനെ പോയി കണ്ട് നമസ്കരിച്ച് നിങ്ങളുടെ അഭിലാഷങ്ങൾ ഉണർത്തിക്കൂ എന്ന് പറയുന്നത്. ദൃഷ്ട്വാ വേദ്യം പരമഥപദം സ്വാത്മബോധസ്വരൂപം ബുദ്ധ്വാത്മാനം സകലവപുഷാം ഏകമന്തർബഹിസ്ഥം ഭൂത്വാ നിത്യം സദുദിതതയാ സ്വപ്രകാശസ്വരൂപം നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ കോ വിധി കോ നിഷേധഃ. ഇത് ആദ്യമായി കണ്ട് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആ വിശേഷ പ്രതികരണമാണെങ്കിൽ പ്രതികരണം എത്ര കേമായിരുന്നു എന്ന് ഞാൻ എങ്ങനെയാ പറയുക? നിങ്ങൾ ചിലരെങ്കിലും ഉണ്ടാവും ഇത് ആസ്വദിക്കാൻ, ഇത് മനസ്സിലാക്കാൻ, ഈ വെളിച്ചത്തിൽ സഞ്ചരിക്കാൻ എന്ന് ഞാൻ വിചാരിക്കട്ടെ. കൃഷ്ണൻ തുടരുകയാണ്. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. ഈ ലോകം ഒരു വലിയ ചാക്രിക ഗതിയിൽപ്പെട്ടതാണ്. ആ ചാക്രിക ഗതിയിൽപ്പെട്ടതാണ് എന്തൊക്കെ? അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാദ്ഭവതി പർജന്യോ യജ്ഞ കർമ്മസമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഇങ്ങനെയാണ് ചക്രത്തിൻ്റെ സെഗ്മെന്റ്സ് കാണിച്ചത്. അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ, യജ്ഞത്തിൽ നിന്ന് അന്നം. യജ്ഞം ഉണ്ടാവണമെങ്കിൽ കർമ്മം ചെയ്യണം. കർമ്മം വന്നത് വേദങ്ങളിൽ നിന്ന്, വേദമോ അക്ഷരത്തിൽ നിന്ന്. അക്ഷരം എല്ലാ ദിക്കിലും ഉള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഒരു ഭാഗത്ത് ഐശ്വര്യ സമൃദ്ധി, സമ്പദ് സമൃദ്ധി ലോകത്തിന് ഉണ്ടാവണം, മറുഭാഗത്തോ നിങ്ങൾക്ക് ആ ജന്മസാഫല്യം ഉള്ളുകൊണ്ട് അത് വേണം. ഒന്ന് പുറത്തുള്ള സമ്പത്താണ് സമ്പദ് സമൃദ്ധി, ഉള്ളിലുള്ള സാഫല്യമാണ് മറ്റേത്. ഈ ഒരൊറ്റ യജ്ഞം കൊണ്ട് ഇത് രണ്ടും കിട്ടും. യജ്ഞരൂപേണ നിങ്ങൾ പ്രവർത്തിച്ചാൽ ലോകത്തിന് വലിയ ഒരു സംഭാവനയും നേട്ടവും അനുഗ്രഹവുമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളമോ മനസ്സ് ശുദ്ധമായി, പവിത്രമായി, ബുദ്ധി ജ്ഞാനദീപ്തമായി, അന്തരാത്മാവിൽ ലയിച്ചു ചേർന്ന് ആത്മസാഫല്യം, ആപ്തകാമത്വം വരും. ഇനി നിങ്ങൾക്ക് എന്തു വേണം? ഭൗതികവുമായി ആധ്യാത്മികവുമായി. ഇത് രണ്ടും ഒറ്റ വെടി അങ്ങോട്ട് നടക്കും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള യജ്ഞം ചിലപ്പോഴൊക്കെ ചെയ്താൽ മതിയോ? അതിനുവേണ്ടി ഒരു അഗ്നിഹോത്രം നടത്തി, ഒരു സോമയാഗം നടത്തി, ഗംഭീരമായിട്ടൊരു അശ്വമേധയാഗം നടത്തി, രാജസൂയം നടത്തി. അങ്ങനെയുള്ള യജ്ഞമാണോ ഇത്? യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന എന്ന അടിസ്ഥാന തത്വം കൃഷ്ണൻ പ്രതിപാദിച്ചില്ലേ? യജ്ഞത്തിന് വേണ്ടി അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ ആ കർമ്മം മുഴുവനും നിങ്ങളെ ബന്ധിക്കും എന്ന് പറഞ്ഞുല്ലോ. അപ്പം അതിൽ നിന്ന് എന്താ ഓപ്ഷൻ? ഐച്ഛികതയില്ല. ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനും യജ്ഞമാക്കണം. അശ്വമേധയാഗം മാത്രമല്ല യജ്ഞം, രാജസൂയം മാത്രമല്ല, സോമയാഗം മാത്രമല്ല, സന്ധ്യാവന്ദനാദി പുണ്യകർമ്മങ്ങൾ മാത്രമല്ല, അഗ്നിഹോത്രം മാത്രമല്ല, വല്ലപ്പോഴും ഒരിക്കയോ ദിവസേന തന്നെ ഏതാനും മണിക്കൂറോ ക്ഷേത്രത്തിൽ പോയി ചെലവ് ചെയ്യുന്നത് മാത്രമല്ല യജ്ഞം. സർവ പ്രവൃത്തികളും യജ്ഞമാക്കണം. കൃഷ്ണൻ നിങ്ങളുടെ മുൻപിൽ ഒരു വലിയ സിദ്ധാന്തമാണ് അവതരിപ്പിക്കുന്നത്. ഭൂമാനന്ദ സ്വാമിയും അവതരിപ്പിക്കുന്ന അതേ സിദ്ധാന്തം തന്നെയാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ മുഴുവനും യജ്ഞമാക്കണം. അങ്ങനെ പ്രവൃത്തികളെ മുഴുവൻ യജ്ഞമാക്കാനുള്ള ഒരു ഫോമുല, അതിനുള്ള ഒരു മന്ത്രം എന്താ? അതിനുള്ള പദ്ധതി എന്താ? തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര. അസക്തനായി, സംഘമില്ലാതെ, സതതം എല്ലായ്പ്പോഴും, കാര്യം കർമ്മ സമാചര, എന്തെല്ലാം കർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ടോ അത് മുഴുവനും സദാ ചെയ്തുകൊണ്ടിരിക്കൂ. കർമ്മത്തിനെ പറ്റി ചിന്തിക്കണ്ട. ഇത് വേണോ വേണ്ടയോ, നല്ലതോ ചീത്തയോ, ആർക്ക്, എനിക്ക്, ഇങ്ങനെയുള്ള ഒന്നും വേണ്ടാന്ന്. കർമ്മം ചെയ്യിപ്പിക്കുന്നത് പ്രകൃതിയുടെ ഗുണങ്ങളാണ്. നിങ്ങൾക്ക് ഏതോ ചില ഗുണങ്ങളുണ്ടാവും. ആ ഗുണങ്ങൾ കാലാനുസൃതമായി മാറിയെന്ന് വരാം. നിങ്ങൾക്ക് രജോ ഗുണപ്രധാനമാണെങ്കിൽ രജോ ഗുണം,
ആ രജോ ഗുണത്തിനനുസരിച്ച് പ്രവർത്തിക്കും. സത്വഗുണമാണെങ്കിലോ, ഇപ്പൊ ഞാൻ ഈ ഭൂമാനന്ദ സ്വാമി നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ, എന്താ അതിൽ നിന്ന് മനസ്സിലാവണത്? ഭൂമാനന്ദ സ്വാമിയുടെ മനഃപൂർവ്വത ഒന്നും തന്നെ ഇതിലില്ല എന്നാ എനിക്ക് പറയാനുള്ളത്. ഞാനിവിടെ വരണു, മുക്തി സുധാകരൻ എന്നൊന്നുണ്ട്, ഏഷ്യാനെറ്റ് അത് ടെലികാസ്റ്റ് ചെയ്യും, പ്രേക്ഷകർ ലക്ഷോപലക്ഷം പ്രേക്ഷകരുണ്ട്, അവർക്ക് കേൾക്കണം. ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ സംസാരിക്കുക തന്നെ എന്ന് സ്വാഭാവികമായിട്ട് തോന്നുക. നിങ്ങളാരും കേൾക്കണില്ല, ടെലികാസ്റ്റും ചെയ്യണില്ല, എൻ്റെ മുമ്പിൽ ക്യാമറയും ഇല്ല, ക്യാമറാമാനും ഇല്ല, എൻ്റെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആൾക്കാർ, ഒരു ഭാഗത്ത് ഇന്ദ്രിയും ഒരു ഭാഗത്ത് അർപ്പിതയാണുള്ളത്, മിക്കവാറും അവരാണ് ഉണ്ടാവുക. അപ്പം ഇവരൊന്നും ഇല്ല, ഈ ചട്ടക്കൂട്ടും ഇല്ല, ഞങ്ങളുടെ സമാധി മന്ദിരവും ഇല്ല എന്നുണ്ടെങ്കിൽ ഭൂമാനന്ദ സ്വാമി ഇങ്ങനെ സംസാരിക്കാൻ പോകുന്നുണ്ടോ? എൻ്റെ മുൻപിൽ എറിഞ്ഞു കിട്ടിയിട്ടുള്ളതായ ഒരു ദൗത്യം ഇത് ആര് കൊണ്ടുവന്നു? അത് അതിൻ്റെ പാട്ടിൽ വന്നു ചേർന്നു. ആ പ്രവാഹത്തിൽ ഭൂമാനന്ദ സ്വാമി ഇങ്ങനെ ഒഴുകുകയാണ്. ആ ഒഴുകുന്ന സമയത്ത് എന്താ സംസാരിക്കണേ? മുക്തി സുധാകരമാണ്, മുക്തി വിഷയങ്ങളാണ്. അത് സുധാകരമാക്കി അവതരിപ്പിക്കണം എന്നൊരു തോന്നലാണ്. അങ്ങനെ ഒരു തോന്നൽ എന്തുകൊണ്ടുവന്നു? ഈ ഭൂമാനന്ദ സ്വാമി എന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ അടങ്ങുന്ന സത്വഗുണത്തിൻ്റെ പ്രചോദനമാണിത്. ആ സത്വഗുണം എവിടെ നിന്ന് കിട്ടി? അമ്മ പ്രസവിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നു, അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയതാ. പിന്നെ കുറേയൊക്കെ അവരുടെ ശിക്ഷണത്തിൽ വളർന്നപ്പോഴും വന്നു ചേർന്നു. ആ വളർന്നതിൻ്റെ പിൻബലത്തിൽ എനിക്ക് തോന്നി, ഇത് കുറേ കൂടി നിർബന്ധമായിട്ട് തോന്നി. കൽക്കത്തയിൽ ചെന്ന് ലോകത്തിൻ്റെ വർത്തമാനങ്ങളൊക്കെ അറിഞ്ഞപ്പോഴും അതിൻ്റെ ഉള്ളിൽ പൂഴുക എന്നല്ല തോന്നിയത്. എൻ്റെ ഗുരുദേവനെ കണ്ടപ്പോൾ ഓഹോ ഇങ്ങനെയുണ്ടോ ഒരു ജീവിതം, ഇതാണോ മനുഷ്യന് വിധിച്ചിട്ടുള്ളത്, ഇതിലാണോ ശ്രേയസ്, അപ്പോൾ ഇതിൻ്റെ പിന്നാലെയല്ലേ പോണ്ടത് എന്ന് സ്വാഭാവികമായി എനിക്ക് തോന്നിയതാണ്. ഞാൻ പിടിച്ചു വലിച്ചു കുത്തിക്കയറ്റിയതൊന്നുമല്ല. ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് സ്പിരിച്വാലിറ്റി ഒരു ഡോസ് ഇഞ്ചക്ഷൻ തരുമെന്ന് പറഞ്ഞ് ഇൻട്രാവീനസ് ഇഞ്ചക്ഷനൊന്നും എനിക്ക് ആരും തന്നില്ല. എൻ്റെ മനസ്സ്, പലരുടെ മനസ്സും ലോകാകൃഷ്ടമാണ്, എൻ്റെ മനസ്സോ അലൗകികമായിരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ സ്വല്പമെങ്കിലും അവകാശപ്പെടുന്നില്ല, അസലായിട്ട് പറയാം. എന്തോ കാരണത്താൽ ചെറുപ്പം മുതൽക്ക് സ്കൂളിൽ സംസ്കൃതമാണ് പഠിച്ചത്. സംസ്കൃതത്തോട് പ്രതിപത്തിയ 2 വിഷയങ്ങളെ എനിക്ക് ഇഷ്ടമുള്ളൂ, സംസ്കൃതവും ഇംഗ്ലീഷും, വേറെ ഒന്നും ഇഷ്ടമില്ല. എല്ലാ കുട്ടികളും മലയാളം പഠിക്കും, ഞാൻ മലയാളം പഠിച്ചിട്ടേ ഇല്ല. പക്ഷേ കേരളീയനായതുകൊണ്ട് മലയാളം സംസാരിച്ചിട്ടുണ്ട്, മലയാളം വായിക്കും. മലയാളത്തിൽ ഒരു പുസ്തകവും സാഹിത്യ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല, ഇപ്പോഴും എനിക്കതിൽ താല്പര്യമില്ല. അത്യാവശ്യം സന്യാസിയൊക്കെ ആയി തിരിച്ചു വന്ന് കേരളത്തിൽ താമസിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഒരു ദിവസം ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചു. ആ വർത്തമാനം ഞാൻ അറിഞ്ഞില്ല. വഴി കൂടി പോണ ഒരാൾ ആശ്രമത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ സ്വാമിജി അറിഞ്ഞില്ലേ പ്രധാനമന്ത്രി മരിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ലാൽ ബഹദൂർ ശാസ്ത്രി ഇത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ച വർത്തമാനവും കൂടി അറിഞ്ഞില്ലേ, എന്നാൽ നാളെ മുതൽക്ക് ഒരു പേപ്പർ മേടിച്ച് കളയാമെന്ന് പറഞ്ഞ് മാതൃഭൂമി വായിക്കാൻ തുടങ്ങിയതാണ്. അല്ലെങ്കിൽ അതും വായിച്ചുകൊണ്ടിരുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ എങ്ങനെയാ സംസാരിക്കണേ ആവോ എനിക്കറിയില്ല. കേരളത്തുകാരനല്ലേ, കേരളത്തുകാരനാവുമ്പോൾ മലയാളം അറിയാമല്ലോ. സംസാരിക്കുമ്പോൾ അത് പരിശോധിക്കും. വാക്കുകൾക്ക് വലിയ താല്പര്യമാണ്. ഒന്നിനെ ചുഴിഞ്ഞ് ചെല്ലും. അങ്ങനെ ചുഴിഞ്ഞ് ചെല്ലി പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പർ വരെ എഴുതി അറിയിപ്പിച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങൾ എഴുതുന്ന അക്ഷരങ്ങൾ ശരിയല്ല, ശ്രദ്ധിക്കണം. ഭാഷയുടെ ആ സൗഭാഗ്യം കളയരുതെന്ന് ചിലരൊക്കെ മാറ്റി എഴുതി തുടങ്ങിയപ്പോൾ എല്ലാവരും കേൾക്കില്ലല്ലോ. ആ ഭാഷയോട് ഒരു അമ്മ സ്വഭാവം നമുക്ക് വേണം. ക്ലാസിക്കൽ ലാംഗ്വേജാണ് മലയാളം എന്ന് അടുത്ത കാലത്ത് ഒരു തെറ്റ് പറ്റിയിട്ട് ആ തെറ്റ് തിരുത്തിയെടുത്തിരിക്കുകയാണ്. ക്ലാസിക്കലായിട്ടുള്ളൊരു ഭാഷയാണ്. ആ ക്ലാസിക്കൽ ഭാഷയെ ക്ലാസിക്കലാക്കി തന്നെ നിർത്തണം. അടക്കുക എന്നൊരു വാക്ക്, അടക്കുക, ആടക്കുക. ഇനിയൊരു വാക്കുണ്ട് അടയ്ക്കുക, ആടയാക്കു. നിങ്ങളുടെ ഭാഷയിൽ ഇപ്പം എങ്ങനെയാണ് എഴുതുന്നത്? അടക്കുക. അപ്പം ഏതാണ് അതിൽ അടയ്ക്കുക? എങ്ങനെയാ അറിയുക? പറഞ്ഞു തരൂ, നിങ്ങൾ കൂടെ പോവൂ പഠിപ്പിക്കാൻ. ഓരോ പത്രത്തിൻ്റെയും കൂടി എഡിറ്റർ വരട്ടെ, ഇത് അടയ്ക്കുക എന്നാണ് ഞങ്ങൾ എഴുതിയിരിക്കണേന്ന് പറയാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം ഒന്ന് പറഞ്ഞു തരൂ. അടക്കില്ല, അടയ്ക്കുക എന്ന് പറയുന്നതും അടക്കുക എന്ന് പറയുന്നതും തമ്മിൽ മാറ്റമുണ്ട്. അപ്പം ഏകാരം ചേർത്ത് തന്നെ എഴുതണപ്പാ മലയാളത്തിൽ. അത് നിങ്ങൾ വിട്ടുകളയാൻ പറ്റില്ല. ഇനി കാവിൻ്റെ കൂടെ വള്ളി വരുമ്പോൾ അടക്കില്ല എന്ന് എഴുതാം. അടക്കില്ല എന്നുള്ളതിന് ആ ടാക്ക് ഒരു വള്ളി കൊടുത്തു, അടക്കില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് അടക്കില്ല എന്നാണെങ്കിലോ 10 റുപ്യ അടയ്ക്കാനുണ്ടായിരുന്നു, അടയ്ക്കില്ല, അടയ്ക്കാൻ കൂട്ടാക്കണില്ല. അങ്ങനെ വന്നാലോ? അപ്പോഴും വേണ്ട ഏകാരം. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഈ ഭൂമാനന്ദ സ്വാമിക്കുണ്ട്. ആ ചിന്തയിൽപ്പെട്ടതാണ് ഈ ഭാഷയുടെ പിന്നാലെ പോകുന്നതും
ഓരോ കാവ്യങ്ങൾ കിട്ടിയാൽ അതെന്താണെന്ന് നോക്കണതും ഗ്രഹിക്കണതുമൊക്കെ ആ ഗ്രഹണം തന്നെയല്ലേ പരമാത്മസ്ഥാനത്തിലേക്കും കൊണ്ടെത്തിക്കുന്നത്. ഈ ആത്മാ ഉള്ളിലാണ്, പുറത്തല്ല. ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ചിന്തിക്കുക, ആലോചിക്കുക, തത്വവിചാരം ചെയ്യുക, അന്വേഷിക്കുക. ഇതൊന്നും വിരലിൻ്റെ തുമ്പ് കൊണ്ട് ചെയ്യേണ്ടതല്ല, കണ്ണിൻ്റെ പോള കൊണ്ട് ചെയ്യുന്നതല്ല, മൂക്കുകൊണ്ടും ചെയ്യുന്നതല്ല. നടന്ന് നടന്ന് നിങ്ങൾക്ക് വിചാരത്തിന് പറ്റില്ല. വിചാരം എന്ന് പറഞ്ഞാൽ മനോബുദ്ധി വ്യാപാരമാണ്, മനോബുദ്ധി വിനിയോഗമാണ്. എന്തിനാ ഞാനിതൊക്കെ പറഞ്ഞത്? എന്തോ കാരണത്താൽ സത്വഗുണത്തിൻ്റെ സ്വാധീനം നമ്മുടെ വ്യക്തിത്വത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ജ്ഞാനത്തിലോ ഈശ്വര സാക്ഷാത്കാരത്തിലോ ഒരു കൗതുകം, നിർബന്ധം, ഒഴിച്ചുകൂടാത്തൊരു നില വന്നത്. അതിലെനിക്ക് ഒരു ക്രെഡിറ്റും ഇല്ല. കുറേയൊക്കെ ക്രെഡിറ്റ് അമ്മ പ്രസവിച്ച കുഞ്ഞ് അങ്ങനെയായിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അവർ വളർത്തിക്കൊണ്ടുവന്നതും അങ്ങനെയാണെന്ന് പറയാം. അത് കഴിഞ്ഞ് പിന്നീടുള്ള സംഭവങ്ങളിൽ അവരുടെ സ്വാധീനം കൊണ്ട് ഞാനും അങ്ങനെ പെട്ടു. ഇതിൽ ഒരു ക്രെഡിറ്റും ഒരു നേട്ടവും ഈ സ്വാമിക്കില്ല. സത്വഗുണം ഒരു ഭാഗത്ത് സത്വഗുണം. ആ സംസാരം എന്ന് പറയുന്നത് രജോ ഗുണമാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഈ പോഷകങ്ങളുണ്ടല്ലോ, ഓരോരോ കോശങ്ങൾ, സെല്ലുകൾ, ആ സെല്ലുകൾ ഉപയോഗിച്ച് ശബ്ദരൂപത്തിൽ, ആ വോക്കൽ സിസ്റ്റത്തിൽ, ശബ്ദകോശത്തിൽ പ്രവേശിച്ച് മനസ്സിലുള്ള ഭാവനകളും ബുദ്ധിയിലുള്ള ആശയങ്ങളും ഓരോന്നും ശബ്ദരൂപത്തിൽ, പദരൂപത്തിൽ, വാക്യരൂപത്തിൽ, ഘടനാരൂപത്തിൽ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ പുറന്ന് വരുന്നുണ്ടല്ലോ. ആ വരുന്നതാണ് രജോ ഗുണം. കുറെ കഴിഞ്ഞാലോ ക്ഷീണം തോന്നും. ക്ഷീണം തോന്നുമ്പോൾ മതി എന്ന് പറഞ്ഞ് നിർത്തും, എന്നിട്ട് വിശ്രമിക്കും. ആ വിശ്രമം തമോ ഗുണത്തിൻ്റെ സ്വാധീനമാണ്. ഈ രജസ്സും തമസ്സും സത്വവും ഉണ്ടല്ലോ, ഇത് നമ്മളാരും ഉണ്ടാക്കിയതല്ല, പ്രകൃതി രചിച്ച് നിലനിർത്തുന്നതാണ്. സ്ത്രീ പുരുഷ പ്രജകളെ എങ്ങനെ നിലനിർത്തുന്നുവോ പ്രകൃതി, അതേമാതിരി പ്രകൃതി തന്നെ ഈ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളെ 3 തരത്തിൽ സമ്മേളിപ്പിച്ച് സംഘടിപ്പിച്ച് ഓരോ വ്യക്തിയിലും നിലനിർത്തുന്നതാണ്. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര. അസക്തനായി നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് ആ പ്രവൃത്തി എന്ത്, ഏത് എന്ന് ചിന്തിക്കണ്ട. ഞാനിത് പറയുമ്പോൾ കുറേ ആൾക്കാർ ചോദ്യം ചെയ്യാനുണ്ടാവും. അയ്യോ, അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ എന്ത് സാഹസവും നടക്കില്ല. ഒരു കള്ളൻ കക്കുന്ന സമയത്ത് നിസ്സംഗനായിട്ടാണോ കക്കുന്നത്? ഒരു കള്ളൻ കക്കുന്ന സമയത്ത് നിസ്സംഗനായിട്ടാണോ കക്കുന്നത്? നേരെ മറിച്ച് ഒരാൾ പൂജ ചെയ്യുമ്പോൾ നിസ്സംഗനായിട്ട് പൂജ ചെയ്യാൻ സാധിച്ചു എന്ന് വരാം. ഭഗവത്ഗീത വായിക്കണു, നിസ്സംഗനായിട്ട് പറയാം. ഇപ്പൊ ഭൂമാനന്ദ സ്വാമിജി മുക്തിസുധാകരൻ പറയുന്നത് നിസ്സംഗതയിൽ കുളിച്ചു നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇതിൽ നിന്നും ഒന്നും കിട്ടാനില്ലാത്തത് കൊണ്ടോ ആ പ്രവൃത്തി ഏറ്റവും ഭേഷായിട്ട് ചെയ്യാൻ പറ്റും. കിട്ടണം എന്നുള്ള വിചാരം വന്നാലോ അത് കുറയോ എന്നാണ്. ഇപ്പം ഞാനിങ്ങനെ പോകുമ്പോൾ പലതും പറയുമല്ലോ. ചിലർ പറയും ഞങ്ങൾക്കൊരു സമർപ്പണമുണ്ട്, ഒരു ഉപഹാരമുണ്ടെന്ന്, അവിടെ വച്ചോളൂ എന്ന് പറയും. മഹാത്മാക്കൾക്കോ ഭഗവാനോ കൊടുക്കുന്നത് സമർപ്പണമാണ്. കാണിക്ക വഞ്ചി എന്ന് കേട്ടിട്ടില്ലേ? ആ കാണിക്ക വഞ്ചിയിൽ ഇടുന്നത് പോലെ, വഴിപാട് പോലെ അവിടെ അങ്ങ് വയ്ക്കുക. അവർക്ക് സമർപ്പണം ചെയ്യാൻ തോന്നുന്നു. പിന്നെ ചിലർ വന്ന് പറയാറില്ല സ്വാമിജിയെ കുറച്ച് കുറ്റം പറയണമെന്ന്. അങ്ങനെ ആരും പറഞ്ഞാൽ അടുത്ത് വന്നിട്ടില്ല. അവർക്ക് കുറ്റം പറയുമ്പോൾ അതിനും പാത്രമാണ് ഞാൻ. അവർക്ക് ബഹുമാനം തോന്നുമ്പോൾ ബഹുമാനത്തിനും പാത്രമാ. എൻ്റെ ഗുരു എന്നോട് പറഞ്ഞതാണ്, നീ പോണുണ്ടല്ലോ, ബി പ്രിപ്പയർഡ് ഫോർ എ ഗാർലൻഡ് ആൻഡ് എ സ്വോർഡ് എന്നാണ് പറഞ്ഞത്. ഞാൻ വരുന്ന സമയത്ത് ഒരു വാളിനും മാലയ്ക്കും തയ്യാറായിട്ട് പൊക്കോളൂ എന്ന്. അപ്പോൾ ചിലരൊക്കെ അവർക്ക് ബഹുമാനം തോന്നും, ആദരവ് തോന്നും, സമർപ്പണങ്ങൾ അയക്കും. ആ സമർപ്പണങ്ങൾ കൊണ്ടാണല്ലോ നാരായണ ആശ്രമം തന്നെ നിലനിൽക്കുന്നത്. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എവിടുന്ന, ഞങ്ങൾ ധരിക്കുന്ന വസ്ത്രം എവിടുന്ന, ഞങ്ങൾ യാത്ര ചെയ്യുന്ന യാത്രാ സൗകര്യങ്ങൾ എവിടുന്ന? അമേരിക്കയ്ക്ക് പോകണു, ഇവിടുന്ന് അങ്ങോട്ട് എത്തണമെങ്കിൽ ടിക്കറ്റിന് ചാർജ് എത്രയുണ്ട്? ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെ പോയാൽ പറ്റില്ല. അവിടെ പോയാൽ ഭക്ഷണമൊക്കെ കഴിക്കണം, ഒക്കെ ഉദ്യോഗസ്ഥന്മാരാ. അവർക്ക് എപ്പോഴും ആഫീസിലാണ്. നമ്മുടെ നാട്ടിലുള്ളത് പോലെ ലീഷറൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ചിലർ വന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കി തരാനുള്ളവരടക്കം ഒരു കുടുംബം പോലെയാണ് പോണത്. 4 or 5 ആൾക്കാർ. അതിൽ ചിലപ്പോൾ ഒരാൾ നൈറോബിയിൽ നിന്ന് വരണു, ഒരാൾ ഇന്തോനേഷ്യയിൽ നിന്ന് വരണു, ഒരാൾ ഡൽഹിയിൽ നിന്ന് വരണു, 1-2 ആൾ 2-3 ആൾ ആശ്രമത്തിൽ നിന്നും പോണു. ഇതിനൊക്കെ നല്ല ചിലവില്ലേ? ഇതൊക്കെ എങ്ങനെ നടക്കണു? ആവോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ ലോകം എങ്ങനെ നടക്കണു? മനുഷ്യനായി ജനിച്ചാൽ നിസ്വാർത്ഥമാണ് നമ്മൾ ആവേണ്ടത്. ആ സ്വാർത്ഥതയാണ് ഈ സംഘം. ആ സംഘം പാടില്ല എന്നാ കൃഷ്ണൻ പറയുന്നത്.
നിസ്സംഗം നിസ്സംഗം. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര. ഈ ശ്ലോകത്തിന് വലിയ അർത്ഥമാണ്. നിങ്ങൾ എൻ്റെ കൂടെ വേണം. കാര്യം കർമ്മ സമാചര. കാര്യം എന്ന് വെച്ചാൽ ഓരോ സന്ദർഭത്തിലും എന്ത് ചെയ്യാനുണ്ടോ അത് ചെയ്തേക്കൂന്ന്. അതെങ്ങനെ? സമാചര സമ്യക്, നല്ല പോലെ ചെയ്യണം. ഒരു പ്രവൃത്തിയിൽ ഒരു പഴുതും ഉണ്ടാവരുത്, ശ്രദ്ധയിൽ കുറവ് വരരുത്. എത്ര സമയമുണ്ടോ അത്രയും സമയം ചെലവ് ചെയ്ത് മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും പതിപ്പിച്ച് ഭംഗിയായി ഭേഷായി ചെയ്യണമെന്ന്. അതിലൊരു കുറവും വരുത്തരുത്. പക്ഷേ അസക്ത, അതിൽ സംഘമുണ്ടാവരുത്. സംഘമുണ്ടാവരുത്. സംഘമാണ് അയജ്ഞം. അസംഗനായി എന്നുണ്ടെങ്കിലോ യജ്ഞമായി. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ കൂട്ടരെ? സർവ പ്രവൃത്തികളെയും ഒരുപോലെ യജ്ഞമാക്കാനുള്ള ഒരൊറ്റ വാക്കാണ് അസംഗ എന്നുള്ളത്. അസക്തോ ഹ്യാചരൻ കർമ്മ. അസക്തനായി എല്ലാ കർമ്മങ്ങളെയും ആചരിക്കുന്ന പക്ഷം പരമാപ്നോതി പൂരുഷ. ആ മനുഷ്യന് അങ്ങേയറ്റത്തെ ലാഭമായി. പുരുഷ പരം ആപ്നോതി. ഇങ്ങനെ ചെയ്യുന്ന ഇൻഡിവിജ്വൽ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിക്ക് അങ്ങേ അറ്റത്തെ നേട്ടം. എന്താ നേട്ടം എന്ന് നിങ്ങൾ തന്നെ പറയും. ജന്മസാഫല്യം, പൂർണ്ണ സൗഭാഗ്യം, മനുഷ്യജന്മം അർത്ഥവത്തായി അങ്ങേ അറ്റത്തെ ആദർശവും ലക്ഷ്യവും നിറവേറി. നിങ്ങളെ സംബന്ധിച്ച ഒരു കുറവും ഒരു കറയും ഉണ്ടാവില്ല. അച്ഛനാണെങ്കിൽ നല്ല അച്ഛനായി ശരീരം വീഴും, അമ്മയാണെങ്കിൽ നല്ല അമ്മയായിട്ട് പോകും. എല്ലാവരും നല്ലപോലെ ഈ ലോകത്തിൽ നിന്ന് പോവും. അവർക്ക് പിന്നെ ഒരു സ്വർഗപ്രതീക്ഷ വേണ്ട, ഒരു നരക ഭയം വേണ്ട, ഒരു വൈകുണ്ഠത്തു നിന്ന് വിമാനം വരേണ്ട ആവശ്യമില്ല, കൈലാസത്തിലേക്ക് പോകാൻ ഒരു പറക്കുന്ന കാളയും വേണ്ട നമുക്ക്. അവരുടെ ജീവിതം ഇവിടെ തന്നെ വച്ച് സഫലമാകും, സൗഭാഗ്യ നിർഭരമാകും, പൂർണ്ണ തൃപ്തി വരും, ആപ്തകാമത്വം കൈവരിക്കാം. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര. അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. ഇതിപ്പോൾ 19ാമത്തെ ശ്ലോകമാണ് ഇപ്പം ഈ പറഞ്ഞത്. ഈ 18 ശ്ലോകങ്ങളിലും കൂടി കൃഷ്ണൻ അവതരിപ്പിച്ചു കൊണ്ടുവന്ന തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും പ്രത്യേകിച്ച് പ്രപഞ്ചത്തിൻ്റെ ചാക്രിക ഗതിയുണ്ടല്ലോ, അതിൻ്റെ എല്ലാ വശങ്ങളും എടുത്ത് അരച്ചു കുറുക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരൊറ്റ ശ്ലോകം അത്. നിങ്ങൾ എന്തു വേണം? ഏത് കർമ്മം എപ്പോൾ ചെയ്യണോ അത് ചെയ്തോളൂ, നല്ല പോലെ ചെയ്യൂ. എന്നാൽ അസക്ത, സംഘമില്ലാതെ ചെയ്യണം. നിങ്ങൾ കല്യാണം കഴിക്കൂ, ആ വിവാഹത്തിൽ സംഘമുണ്ടാവരുത്. ഗർഭം ധരിക്കൂ, സംഘമുണ്ടാവരുത്. പ്രസവിക്കൂ, സംഘമുണ്ടാവരുത്. കുട്ടികളെ വളർത്തൂ, സംഘമുണ്ടാവരുത്. പഠിപ്പിക്കൂ, സംഘമുണ്ടാകരുത്. സംഘമില്ലെങ്കിൽ ഇതൊക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റും. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നാൽ തനിക്ക് അറിയാത്തതും ബന്ധപ്പെടാത്തതുമാത്ത ആയ കുട്ടികളാണ് മുൻപിൽ. ആ കുട്ടികളെ നോക്കി ഇവരെല്ലാവരും വിദ്യാർത്ഥികളാണ്, വിദ്യ അർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ മുൻപിൽ വന്നിരിക്കുന്നത്. ഞാൻ അവരെ പഠിപ്പിക്കാനുള്ള അധ്യാപകനാണ്. എൻ്റെ ഉള്ളിലുള്ള അറിവ് കാമധേനുവിൻ്റെ അകിട് മുല അങ്ങനെ ചൊരന്ന് പോണ മാതിരി ഇതാ ചൊരന്ന് അവർക്ക് അങ്ങോട്ട് പോട്ടെ, ഓരോരുത്തരും കുടിക്കട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള അറിവിനെ ആ അകിടിൽ നിന്ന് ചൊരന്ന് പാല് വരുന്ന പോലെ അങ്ങോട്ട് കുടിക്കാനായിട്ട് അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥികളെ കണ്ണ് നെട്ടുകൊണ്ട് കേൾക്കും. ആ അധ്യാപകൻ്റെ മനസ്സും അറിവുമാണ് ഇതിൽ പ്രമാണം. ഒന്നാമത് അദ്ദേഹത്തിന് വിഷയത്തിൽ നല്ല പ്രാവീണ്യം വേണം. പഠിപ്പിക്കാനാ പോണത്. പഠിപ്പ് തൻ്റെ ഉള്ളിൽ നിറയുമ്പോഴാണ് പഠിപ്പിക്കാനുള്ള ശക്തി വരുന്നത്. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നുണ്ടല്ലോ, ഒഴുകിപ്പോകുന്നുണ്ടോ, അതാണ് അധ്യാപനം. അപ്പം അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നിരന്തരം അധ്യയനം ചെയ്യുന്നവനാണ്. പറയുന്നതിന് മുൻപ് എന്തു പറയണമെന്ന് മനസ്സിലാക്കണം. പുസ്തകം തുറന്ന് പഠിക്കണമെങ്കിൽ പഠിക്കണം. അത് വേണ്ടതുപോലെ മനസ്സിലാക്കി റിഹേഴ്സ് ചെയ്ത് അവിടെ ചെന്ന് കുട്ടികൾ ഒരൊറ്റ ആൾക്ക് പോലും മനസ്സിലാവാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞ് മൂഢനെപ്പോലും വിദ്വാനാക്കാൻ പറ്റിയ തരത്തിൽ പഠിപ്പിക്കുന്നവനേ അധ്യാപകനാവുള്ളൂ. ആ അധ്യാപക വൃത്തിയിൽ ഒരൊറ്റ കുട്ടിയോടും കൂടി തനിക്ക് ബന്ധമില്ല. 40 കുട്ടികളുണ്ട് ക്ലാസ്സിൽ, അല്ലെങ്കിൽ 80 കുട്ടികളുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അവരിൽ ഒരാളും എന്നോട് ബന്ധപ്പെട്ട ആളല്ല. പക്ഷേ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പുത്രനിർവിശേഷം പഠിപ്പിക്കണമപ്പാ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അധ്യാപകന്മാർ മാസം തികഞ്ഞാൽ ചെക്ക് കിട്ടും, ശമ്പളം കിട്ടും, എൻ്റെ കുടുംബത്തിനെ തീറ്റാം പോറ്റാമെന്ന് വിചാരിച്ച് അധ്യാപക മണ്ഡലത്തിൽ ആരും പ്രവേശിക്കണ്ട.
ഞാൻ ഇന്നാൾ ചെമ്പൂത്തറയിൽ പോയി സംസാരിച്ചു. ഒരു സ്കൂൾ തുടങ്ങുന്ന സമയത്ത് ഏത് അധ്യാപകന്മാരെ നിങ്ങൾ വയ്ക്കണോ ആ അധ്യാപകന്മാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒരു പണവും നിങ്ങൾ മേടിക്കരുത്. നിങ്ങളുടെ ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. നമ്മൾ ശമ്പളം കൊടുക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ മുൻകൂർ പണം മേടിക്കുക അവരെ ഉദ്യോഗത്തിന് വയ്ക്കാൻ വേണ്ടി. നാണാവില്ലേത്? എവിടെ പോയപ്പാ അധ്യാപനം? എവിടെ പോയപ്പാ നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ? ഈ മാനേജ്മെൻറ്റിനോടൊക്കെ ഞാനൊരു ആത്മപരിശോധന നടത്താൻ പറയുകയാണ് ഈ മുക്തി സുധാകരത്തിലൂടെ. നിങ്ങൾ നല്ല പോലെ ചിന്തിക്കണം. വിദ്യാഭ്യാസ മേഖല ഈസ് നോട്ട് ഫോർ ദ ക്യാഷ് നെക്സസ് ടു ഇൻവേഡ് അറ്റ് ഓൾ. പണത്തിൻ്റെ അധീശത്വത്തിലാവരുത് വിദ്യാഭ്യാസം നടത്തുന്നത്. ബാക്കി പലതുമൊക്കെ നിങ്ങൾ ചെയ്തോളൂ. ഉള്ളവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തരികയാണെങ്കിൽ മേടിച്ചോളൂ, എനിക്ക് വിരോധമില്ല. നമ്മൾ ഉദ്യോഗത്തിന് വയ്ക്കുന്ന അധ്യാപകൻ്റെ അടുത്ത് നിന്ന് 10 ലക്ഷം തരുടോ, 6 ലക്ഷം തരുടോ, 2 ലക്ഷം തരൂ, എന്നാ ഉദ്യോഗം തരാമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതിലധികം ഒരു ഗതികേടുണ്ടോ? ശമ്പളത്തിന് വേണ്ടി വന്ന ഒരാൾ ശമ്പളം കൊടുത്ത് നമ്മൾ ഉദ്യോഗത്തിന് വയ്ക്കുന്ന ആളുടെ അടുത്ത് നിന്ന് മുൻകൂട്ടി ഞങ്ങൾക്ക് കുറേ പണം തരിക എന്ന് പറഞ്ഞാൽ ഇതിലേറെ ഗതികേടുണ്ടോപ്പാ? എൻ്റെ ഭാരതാംബേ, ഈ കുട്ടികളെ ഒന്ന് നല്ല പോലെ വളർത്തൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ബുദ്ധി ഉണ്ടാവട്ടെ. ആരോടാ പറയുക? നമ്മുടെ ജനനിയോടെ പറയാൻ പറ്റുള്ളൂ. എനിക്കിതിലൊക്കെ വളരെ സങ്കടമുള്ള കാര്യമാണ്. ആര് പറഞ്ഞു നിങ്ങളോട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ? ആര് പറഞ്ഞു? വേറെ ഒന്നുമില്ലേ? ബാക്കിയുള്ള കച്ചവടങ്ങളൊക്കെ ചെയ്യൂ. വിദ്യാഭ്യാസത്തിന് കച്ചവടമാക്കരുത്, ഒരിക്കലും ആക്കരുത്. വ്യയേ കൃതേ വർദ്ധതയേവ നിത്യം എന്നാ പറയണം. വ്യയേ കൃതേ വർദ്ധതയേവ നിത്യം. ഒരു അധ്യാപകൻ എത്ര പറഞ്ഞു കൊടുത്തുവോ ആ പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് തൻ്റെ വിദ്യ, തൻ്റെ അറിവ് കൂടി വരികയുള്ളൂ. പണം ചെലവ് ചെയ്താൽ കുറയും, കുന്നായാലും എടുത്താൽ കുണ്ടാകും. പക്ഷേ വിദ്യ എത്ര കൊടുത്താലും കൊടുത്തവന് വർദ്ധിച്ച് വരികയുള്ളൂ. 4 കൊല്ലത്തിലേറെയായി ഭൂമാനന്ദ സ്വാമിജി നിങ്ങളോട് സംസാരിക്കുന്നു. എത്ര സംസാരിച്ചിട്ടുണ്ടാവും? ഈ സംസാരിച്ചതൊക്കെ വേണ്ടതുപോലെ എഴുതിയെടുത്ത് ഒരു പുസ്തകമായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ എത്ര പേജ് വേണമെന്ന് ആലോചിക്കൂ. ഈ കണ്ട സംസാരമൊക്കെ എൻ്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ട് സ്വാമിജിയുടെ. ഇത് മുഴുവനും മനസ്സ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇതുകൊണ്ട് മസ്തിഷ്കത്തിനോ മനസ്സിനോ നാവിനോ വല്ല കുറവും വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. വ്യയേകൃതേ വർദ്ധതയേവ നിത്യം. എത്ര ചെലവ് ചെയ്താലും വിനിയോഗിച്ചാലും വർദ്ധിക്കേ ഉള്ളൂ. എന്തിനാ ഞാനിത് പറഞ്ഞത്? അധ്യാപനം എന്ന് പറയുന്ന വൃത്തി വേണ്ടതുപോലെ ഫലപ്രദമാണ്, കാര്യക്ഷമമാകണം എന്നുണ്ടെങ്കിൽ നിസ്സംഗമായി പഠിപ്പിക്കണം. ആ കുട്ടികളെ എല്ലാവരെയും, ചിലർ ബുദ്ധിയുള്ളവരാവാം, ചിലർ കുറവുള്ളവരാവാം, അവരെ എല്ലാവരെയും നോക്കി ഒരുപോലെ സ്നേഹബദ്ധമായി പറഞ്ഞ് മനസ്സിലാക്കണം. അതിൽ ചിലരിഷ്ടം ചില അനിഷ്ടം എന്ന് പറയരുത്. ഒരു കുട്ടി തോറ്റാൽ നമുക്കതിൽ അനുതാപം തോന്നണം. നിസ്സംഗമായാലേ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ പഠിപ്പിച്ചുല്ലോ, ഇവർ മനസ്സിലാക്കിയില്ലോ, അതുകൊണ്ട് എനിക്ക് നിരാശയാണ്, അങ്ങനെയുള്ള തോന്നലൊന്നും വരരുത്. അപ്പോൾ ഒരു ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും ഫലപ്രദമാകണം, കാര്യക്ഷമമാകണം എന്നുണ്ടെങ്കിൽ അതിന് ഒഴിച്ചുകൂടാത്തൊരു ഗുണവിശേഷമാണ് നിസ്സംഗത്വം, അസംഗത്വം എന്ന് പറയുന്നത്. സംഘമെങ്ങാനും വന്നാൽ വേവലാതിയായി നടുക്കമായി അങ്ങനെ ഒന്നും വിചാരിക്കരുത്. അങ്ങനെ അസംഗമായി നമ്മുടെ മനസ്സെന്നുണ്ടെങ്കിലോ ആ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ആ വായുടെയും കൈകാലുകളുടെയും ഒക്കെ പ്രവർത്തനം ഗംഭീരമാവും, മഹത്താവും, ഫലപ്രദമാവും. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. ഈ ശ്ലോകത്തെ നിങ്ങൾ മുമ്പ് പറഞ്ഞ ശ്ലോകത്തോടു കൂടി ബന്ധപ്പെടുത്തണം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഘസമാചര. യജ്ഞത്തിന് വേണ്ടി ചെയ്യാത്ത എന്ത് പ്രവൃത്തിയും മനുഷ്യനെ ബന്ധിക്കും. അതുകൊണ്ട് എല്ലാ പ്രവൃത്തികളെയും യജ്ഞാർത്ഥം ചെയ്യണം. അങ്ങനെ യജ്ഞാർത്ഥമായി ചെയ്യാൻ എന്താണ് പ്രയോഗിക്കേണ്ടത്? തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ എന്നിവിടെ പറഞ്ഞു. അവിടെയോ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഘസമാചര, മുക്തസംഗനായി ചെയ്യൂ എന്ന് പറഞ്ഞു. ഇവിടെയോ അസക്തനായി ചെയ്യൂ. ഇങ്ങനെ ആ യജ്ഞത്തോടു കൂടി ബന്ധപ്പെടുത്തണം. എൻ്റെ പ്രേക്ഷകരെ എനിക്കൊന്ന് സമാധാനിക്കാൻ പറ്റുമോ? നിങ്ങൾ കാര്യം മനസ്സിലാക്കിയെന്ന്. യജ്ഞം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? അസംഗമായി ചെയ്യുന്ന പ്രവൃത്തിയാണ് യജ്ഞം.
അസംഗമായി ചെയ്യുന്ന പ്രവൃത്തിയാണ് യജ്ഞം. നചികേതസിൻ്റെ അച്ഛൻ വാജശ്രവസ് ഗംഭീരമായ ഒരു യാഗം നടത്തി. വല്ലാത്ത സംഘമായിരുന്നു. ആ സംഘം കൊണ്ട് എന്തു വന്നു? തൻ്റെ സ്വന്തം മകനെ, കണ്ണിലുണ്ണിയായ മകനോട് കോപിച്ച് യമധർമ്മരാജാവിൻ്റെ അടുക്കലേക്ക് മരിക്കാനായി പറഞ്ഞയക്കുക ചെയ്തത്. പുണ്യകർമ്മം ചെയ്തതോ പാപരൂപത്തിലും. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തെ മുഴുവൻ പാപപങ്കിലമാക്കാതെ ഇരിക്കൂ, പുണ്യപൂരിതമാക്കി തീർക്കൂ. അതിനൊരൊറ്റ സ്ഥലത്താണ് പ്രസ് ചെയ്യേണ്ടത്, മനസ്സിൽ. സംഘം ഒഴിവാക്കി ചെയ്യുക. അങ്ങനെ വന്നാൽ ചെയ്യുന്നത് മുഴുവനും യജ്ഞമായി യജ്ഞമായി യജ്ഞമായി. അതിൽ നിന്ന് ബാഹ്യലോകത്തിന് ഐശ്വര്യ സമൃദ്ധി, ഭൗതിക സമൃദ്ധി ഉണ്ടാവും. ചെയ്യുന്ന നിങ്ങൾക്കോ പരമലാഭം. പരമലാഭം ആ ആധ്യാത്മികമോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പരമാനന്ദം നൽകുന്ന, സ്ഥിരസുഖം നൽകുന്ന ആത്മജ്ഞാനവും ആ ജന്മസാഫല്യവും വരും. ഇങ്ങനെ രണ്ടും കൂടി നടത്തുന്നതാണ് ഈ ഫോമുല, കൃഷ്ണൻ തരുന്ന ഫോമുല. സർവകർമ്മങ്ങളും യജ്ഞാർത്ഥം ചെയ്യണം. അതിനുള്ള വഴി എന്താന്ന് കൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അദ്ദേഹം ഒരു സ്റ്റെപ്പും കൂടി പോവാണ്. ഇതിന് കർമ്മയോഗം എന്നാണല്ലോ ഈ അധ്യായത്തിന് പേര്. അപ്പം എല്ലാ ഭാഗത്തു നിന്നും കർമ്മനിരതത്വം, കർമ്മനിരതത്വം അത് കൂടിയേ തീരൂ. അത് ചെയ്യണം. അത് ചെയ്തത് കൊണ്ട് ദോഷമല്ല, കുറവല്ല, അതുകൊണ്ട് പൂർണ്ണതയാണ്, മികവും തികവുമാണ് വരിക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുക. ഈ യജ്ഞത്തിന് 2 തരത്തിലുള്ള ഫലമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, ഭൗതികമായി ലോകത്തിന് അഭിവൃദ്ധി, സമ്പദ് സമൃദ്ധി ഉണ്ടാക്കൽ. ആന്തരമായി വ്യക്തീയമായിരിക്കുന്ന ആ ഉൾപൂർണതയും ലാഭവും. അതുപോലെ ഇവിടെ പറയുകയാണ്, കർമ്മത്തിന് ലോകത്തിന് വലിയ ഒരു സംഭാവനയാകുന്ന ഒരു ദൗത്യമുണ്ടെന്ന്. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഒരു തത്വമോ സിദ്ധാന്തമോ അവതരിപ്പിക്കുന്ന സമയത്ത് ആ തത്വസിദ്ധാന്തത്തിനുള്ള പ്രസക്തി പല തുറകളിലും ഒരുപോലെയാണെന്ന് കാണിക്കണം. അവിടെയാണ് പ്രവക്താവിൻ്റെ കേമത്വം കിടക്കുന്നത്. ആ പറയണത് കേട്ട് കഴിഞ്ഞാൽ അത് ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ള ഒരു തോന്നൽ ശ്രോതാവിന് വരണം. ഇപ്പം അർജുനൻ്റെ മുൻപിൽ എന്താണ്? യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ് വിഷണ്ണനായിരിക്കുന്ന അർജുനന. ആ അർജുനൻ്റെ വിഷണ്ണത മാറ്റി യുദ്ധം ചെയ്യിപ്പിക്കണം. എങ്ങനെ? അത്യുത്സാഹത്തോടു കൂടി. അർജുനൻ്റെ മനസ്സിൽ എന്തെല്ലാം ഭയമോ മടിയോ സങ്കോചമോ ഉണ്ടായിരുന്നു അത് മുഴുവനും നീക്കി. ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവമാണ് എന്ന് വിചാരിച്ച് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ സാധിപ്പിക്കുന്നത് എവിടം കൊണ്ടാ? അർജുനൻ്റെ മനസ്സിലാണ് മൗഢ്യം, ബുദ്ധിക്കാണ് ഭ്രമം, മോഹം. അപ്പോൾ ബുദ്ധിയിലുള്ള ഭ്രമവും മോഹവും മാറ്റി മനസ്സിലുള്ള ബൗഢ്യം നീക്കി അവിടെ ഉള്ളിൽ ഒരു പൂർണ്ണ ചന്ദ്രൻ അങ്ങോട്ട് ഉദിക്കണം അർജുനൻ്റെ മനസ്സിൽ. അപ്പം അതിനു വേണ്ടി എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ശ്ലോകത്തിൽ പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. അർജുനൻ ക്ഷത്രിയ വംശജാതനാണ്. ഈ ക്ഷത്രിയന്മാരാണ് എല്ലാ കാലത്തും സിംഹാസനത്തിലിരുന്ന് പ്രജാപരിപാലനം നടത്തി പോന്നിട്ടുള്ളത്. അപ്പം അവരുടെ ജീവിതം മുഴുവനും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രജകളുടെ മേലൊരു വേർപ്പും ഉണ്ടാവരുത്. സ്വാതന്ത്ര്യത്തോടുകൂടി അവരവരുടെ കാര്യം ചെയ്യാനുള്ള ഒരു സമാധാനാന്തരീക്ഷം പ്രജകൾക്ക് കൊടുക്കണം. അവിടെ കളവ് പാടില്ല, ചതി പാടില്ല, ടെററിസം പാടില്ല. ഇപ്പോൾ ഇന്ത്യയിലത്തെ സ്ഥിതി എന്താ? ടെററിസ്റ്റ്, അതിൻ്റെ അക്രമ. ആർക്ക് എവിടെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. വലിയ തിരക്കുള്ള ഒരു സ്ഥലത്ത് പോയി വെടിവെച്ചു. ഇതെന്താ അത് കഥ? ഇത് നിർത്താനായിട്ട് നമ്മുടെ കയ്യിൽ വല്ല ശക്തിയോ സന്നാഹമോ ഉണ്ടോ? ഇല്ലല്ലോ പ്രജകൾക്ക്. ഇതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ്. ഇപ്പോൾ ഇന്നോ ഒന്നിലെയോ പത്രത്തിൽ പറഞ്ഞു കേട്ടു, എന്ത്, ഈ ടെററിസ്റ്റ് ആക്രമണങ്ങൾ, ഭീകരരുടെ ആക്രമണങ്ങളുള്ള സ്റ്റേറ്റിലെല്ലാം അതിനെ നേരിടാൻ വേണ്ടി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ അതിനുള്ള സംവിധാനം ചെയ്യുന്നു. അക്രമത്തിന് പുറപ്പെട്ടിട്ടുള്ള ഒരാളോട് ന്യായം പറയാൻ പുറപ്പെട്ടാൽ നടക്കില്ല. നമ്മുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, എന്ത്, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതരുതെന്ന്. വെട്ടാൻ വരുന്ന പോത്തിനോട്, അതേ ഋഗ്വേദം ഓതിയ എന്താ കാര്യം? അപ്പം ഈ ഭീകരന്മാരൊക്കെ വെട്ടാൻ വരുന്ന പോത്തുകളാണ്. അവരുടെ നേരെ അധികാരികൾക്ക്, ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ നിങ്ങളിത് ചെയ്യരുത് കുട്ടികളെ, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ പറയും.
ഞാൻ പറയുണ്ടായി, ഭീകരന്മാരോടൊന്ന് സംസാരിക്കാൻ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നാൽ എനിക്ക് സംസാരിക്കണം എന്നുണ്ട്. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നമ്മുടെ രാജ്യം ജനായത്ത രാജ്യമാണ്. ജനങ്ങളുടെ ഹിതമാണ് ഇവിടെ വാഴേണ്ടത്. ആ ഹിതമാണ് ഈ ഇലക്ഷനിലും അവർ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രത്യയശാസ്ത്രമുണ്ടെങ്കിലും ആ പ്രത്യയശാസ്ത്രത്തെ ജനഹിതത്തിന് വേണ്ടി വിടൂ. ഒരു ജനായത്ത സംവിധാനത്തിന് ആർക്ക് എന്ത് വേണമെങ്കിൽ രാജ്യഭക്തിയോടുകൂടി പറയാം. ആ പറഞ്ഞത് പ്രചരിപ്പിക്കാം. ആ പ്രചരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ജനപ്രതിനിധിയായി നിൽക്കണമെങ്കിൽ നിന്നോളൂ, ഭൂരിപക്ഷം വോട്ട് കിട്ടി ഭരിക്കണമെങ്കിൽ ഭരിച്ചോളൂ. പക്ഷേ ജനായത്ത സംവിധാനത്തിൽ ഒരിക്കലും ബലം പ്രയോഗിക്കുകയോ ഭീകരപ്രവർത്തനമോ പാടില്ല. ഇത് അടിസ്ഥാന തത്വമാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന്. ഭീകരപ്രവർത്തനം. അപ്പോൾ ഒരു രാജാവാണ്, ഇന്നത്തെ കാലത്ത് രാജാവല്ല, മന്ത്രിമാരും പ്രധാനമന്ത്രിയും ക്യാബിനറ്റും ഒക്കെയാണ്. അവരുടെ സ്ഥാനത്തിൽ ശരിക്ക് വാഴണമെങ്കിൽ ഇവിടെ പ്രജകൾക്ക് രാവും പകലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഒരാൾ ഒരു പൂഴി നുള്ളിയിട്ട് ആക്രമിക്കാൻ പാടില്ല. ആക്രമണ ഹസ്തങ്ങളെ തടുത്തു നിർത്തേണ്ടത് സർക്കാരും ആഭ്യന്തര വകുപ്പുമാണപ്പാ. അതിന് നിങ്ങൾ പ്രജകളെ നേരിട്ടിട്ടോ അവരെ പ്രതീക്ഷിച്ച് കാര്യമില്ല. നമുക്ക് കിടന്നുറങ്ങണം, നമുക്ക് ജീവിതവൃത്തികളുണ്ട്. കാലത്ത് എണീറ്റാ ഉദ്യോഗത്തിന് പോകണം, ഏതായാലും തൊഴിൽ തിരിച്ചു വരണം, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം, വീട്ടുകാരോട് കുറച്ചൊന്ന് സല്ലപിക്കണം. ഇതൊക്കെ നമുക്കുള്ളൂ. ഭീകരന്മാരെവിടെയൊക്കെയാണ്, ആരൊക്കെയാണ്, എങ്ങനെ നേരിടണം ഈ പറയാനൊന്നും നമുക്ക് സമയമില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, ക്ഷത്രിയനാണ് അർജുന. ആ ക്ഷത്രിയ വംശത്തിൽപ്പെട്ടവരാണ് രാജാക്കന്മാർ. അവരാണ് സിംഹാസനത്തിൽ പരമ്പരാഗതമായി ഓരോരുത്തരായി ഇരുന്ന് പ്രജാസംരക്ഷണം ചെയ്തു പോന്നിരിക്കുന്നത്. ആ പ്രജാസംരക്ഷണം എന്ന് പറയുന്ന ദൗത്യം നിങ്ങൾക്ക് വിടരുത്. ഉറക്കം കൂടി ഉപേക്ഷിച്ച് പ്രജാപാലനത്തിന് നിരതനായിരിക്കേണ്ടി വരും. ഇന്ന് എനിക്ക് ഉറങ്ങണം എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ജാഗരൂകനായിരിക്കേണ്ട ഒരു കൃത്യമാണത്. ആ പ്രജാസംരക്ഷണം കഴിക്കുന്ന വംശത്തിൽപ്പെട്ട ആളാണ് അർജുന. ആ അർജുനൻ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താ? പ്രജകളുടെ ക്ഷേമം, പ്രജകളുടെ ക്ഷേമം. ഈ യുദ്ധം വന്നത് എന്തുകൊണ്ടാണ്? ദുർഭരണത്തിന് വേണ്ടി കൊതിക്കുന്നവനാണ് ദുര്യോധനൻ. ആ ദുഷ്ടതയിൽ ഒരു പൊടിക്ക് കീഴടങ്ങണില്ല എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരാളുടെ കയ്യിൽ രാജ്യഭരണം കൊടുത്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ യുദ്ധം. അപ്പം ആ യുദ്ധം എന്തോ ആവട്ടെ, രാജാവിൻ്റെ ഭരണകൃത്യത്തിൻ്റെ ഭാഗമാണത് എന്ന്. അപ്പം അവർക്ക് അധ്യാത്മ നേട്ടം വേണമെങ്കിൽ പോലും ആ അധ്യാത്മ നേട്ടം ഈ കർമ്മനിഷ്ഠയിലൂടെ വേണം സമ്പാദിക്കാൻ. അങ്ങനെ സമ്പാദിച്ചിട്ടുണ്ട് നിന്റെ പൂർവികരെല്ലാവരും. ഇത് ത്രേതായുഗത്തിൽ നടന്ന കാര്യം പറയാണ്. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ. ജനക മഹാരാജാവ് വളരെ പ്രസിദ്ധനാ. നമ്മുടെ ബൃഹദാരണ്യകോപനിഷത്തിലും ബാക്കി പലതിലും കാണാം ജനകന്റെ പേര്. അധ്യാത്മജ്ഞാനം ചർച്ച എവിടെ നടക്കുന്നുവോ അവിടെ ജനക മഹാരാജാവുണ്ട്. അദ്ദേഹം ബ്രഹ്മസദസ്സ് വിളിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ബ്രഹ്മസദസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പരബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സ്. പരബ്രഹ്മത്തെക്കുറിച്ച് പലരും പല അഭിപ്രായവും പറഞ്ഞ് ചോദ്യങ്ങളും ഉത്തരവുമെല്ലാമായി അതിൽ പരമാർത്ഥം സ്ഥാപിക്കാനുള്ള ഒരു സദസ്സ്. ആ സദസ്സിലാണ് ഗാർഗി പോയത്. ജനക മഹാരാജാവിൻ്റെ അടുത്താണ് സുലഭ എന്ന് പറഞ്ഞ് ഒരു ഭിക്ഷുകി പോയത് അവിടെ. ഇതൊക്കെ മഹാഭാരതത്തിലുണ്ട് ഈ കഥയൊക്കെ. അപ്പം ജനകന്റെ സദസ്സ് വളരെ വിശേഷമാണ്. അപ്പോൾ ഒരു ബ്രഹ്മസദസ്സ് വിളിച്ചുകൂട്ടി അവിടെ യാജ്ഞവൽക്യനും ഗാർഗിയും ഒക്കെ പോയി എന്നുണ്ടെങ്കിൽ ആ ജനക മഹാരാജാവിൻ്റെ ബ്രഹ്മജ്ഞാനം, ആ തുറയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും മഹിമയും ആദരണീയതയും എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ആ ജനകനെയാണ് ഉദ്ധരിക്കുന്നത് ആര്? കൃഷ്ണൻ. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ. ജനകൻ മുതലായിട്ടുള്ളവർ, ഒരു ജനകനല്ല ഒന്നിലധികം ആൾക്കാർ, അവർ മുഴുവനും കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിത. അവർ ചെയ്തിരുന്ന രാജ്യഭരണം എന്നുള്ള കൃത്യമുണ്ടല്ലോ, സിംഹാസനത്തിലിരുന്നു കൊണ്ട് അതിലൂടെ തന്നെയാണ് അവർ സിദ്ധി കൈവരിച്ചത്. ആ കർമ്മം ഉപേക്ഷിച്ചിട്ടില്ല. അർജുന, നീ പറഞ്ഞല്ലോ എന്ത്? ഞാൻ ഇതങ്ങോട്ട് വിട്ടുപോയിക്കളയാം, ഭിക്ഷ യാചിച്ചു കളയാം, ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹലോകെ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവർ വിചാരിച്ചിട്ടില്ല. ആ സിംഹാസനത്തിലിരുന്നു. ഇപ്പം ജനകനെ സംബന്ധിച്ചിടത്തോളം അഷ്ടാവക്ര മഹർഷി വന്നു. അഷ്ടാവക്ര മഹർഷിയെ നമസ്കരിച്ച് ചോദിച്ചു, എങ്ങനെ മുക്തി കിട്ടും, എങ്ങനെ ജ്ഞാനം കിട്ടും, എങ്ങനെ വൈരാഗ്യം വളർത്താം എന്നൊക്കെ ചോദിച്ചപ്പോൾ മറുപടിയായി 24 അധ്യായങ്ങളുള്ള അഷ്ടാവക്ര സംഹിത ഉണ്ടായി.
അദ്ദേഹം എവിടെ പോയി എന്നാ പറയണത്? എപ്പോഴെങ്കിലും സിംഹാസനം വിട്ടോ? കാട്ടിൽ ചെന്നോ? അദ്ദേഹം കാട്ടിൽ പോയ സന്ദർഭങ്ങളുണ്ട്. ആ സമയത്ത് സിദ്ധന്മാർ പാടുന്നത് കേട്ടു. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രവൃത്തി വിട്ടുപോവുക എന്നൊരു പ്രവൃത്തി ചെയ്തിട്ടില്ല. ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹസി. കൊണ്ടുവന്നിരിക്കുന്നു ഒരു വാക്ക്, ലോകസംഗ്രഹം. എന്താ ഈ ലോകസംഗ്രഹം? ലോകത്തിനെ സംഗ്രഹിക്കുക എന്ന്. എന്താ ഈ സംഗ്രഹിക്കുക? നമുക്കൊരു പക്ഷേ മൃഗങ്ങളെയും പക്ഷികളെയും സംഗ്രഹിക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ പാട്ടിൽ വനത്തിൽ ജീവിക്കണം. ജംഗിൾ നിയമങ്ങൾ അനുസരിച്ച് അവർ വളരണം. നമ്മളെ ആരും ബുദ്ധിമുട്ടിക്കണമൊന്നുമില്ല. ഈ മനുഷ്യർ മാത്രമേ കൂട്ടായി വാഴുന്നുള്ളൂ. അതിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള മനോഘടനയാണ്. ചിലർക്ക് ആർത്തി, അത്യാർത്തി, അസൂയ, കുശുമ്പ്, കുനിഷ്ഠ, കിട്ടിയത് പോരാന്നുള്ളൊരു വിചാരം, അയൽവക്കക്കാരൻ നന്നാവണമെന്ന് കാണില്ല, ഭീകരർ. അങ്ങനെ ആരെങ്കിലും പണം തരാനുണ്ട്, ആയുധം തരാനുണ്ടെങ്കിൽ എന്ത് കലാപത്തിന് വേണമെങ്കിൽ ഞങ്ങൾ പൊക്കോളാം എന്ന് പറയുന്ന ഒരു കൂട്ടർ. ഇങ്ങനെ പലതരത്തിൽ വിഡംബ്യതേ ഭിന്നരുചിർഹി ലോക. ഭിന്നരുചിക്കാരാണ് ലോകത്തിലുള്ളവരെല്ലാവരും. അപ്പം അങ്ങനെയുള്ള ഒരു ലോകത്തിൽ മനുഷ്യരെ കടിഞ്ഞാണിട്ട് നിർത്തി ഒരു പൊതു നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാക്കി ഇന്നതേ ചെയ്യാവൂ, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി സംഗ്രഹിച്ചു നിർത്തണം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തെറ്റായ പഥത്തിൽ സഞ്ചരിക്കുന്നവരെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി വേണ്ടി വന്നാൽ നിയമത്തിലൂടെ പിന്തിരിച്ചു കൊണ്ടുവന്ന് ശരിയായ പഥത്തിൽ നിയോഗിക്കുക. ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള സന്യാസിമാർക്ക് ഒരൊറ്റ ദൗത്യമേ ഉള്ളൂ, ലോകസംഗ്രഹം. സന്യാസത്തിൻ്റെ ഉദ്ദേശം എന്താ? ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായ ച. തനിക്ക് വേണ്ടിയുള്ളത് മോക്ഷ, അത് മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും ഉൾമണ്ഡലത്തിൽ നേടേണ്ടതാണ്. ലോകത്തിനുള്ളതാണ് ഐന്ദ്രിയ തലത്തിലും കൈകാലുപയോഗിച്ചും ചെയ്യുന്ന പ്രവൃത്തി. ജഗദ്ഹിതായ ച, ജഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി. ആ ജഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? മനുഷ്യൻ്റെ ശരീരത്തിന് സേവനം ചെയ്യാം, അതുമാതിരി മനസ്സിനും ബുദ്ധിക്കും സേവനം ചെയ്യാം. ഞങ്ങളൊക്കെ സാധാരണ ചെയ്യുന്ന സേവനം ജ്ഞാനസേവനമാണ്. ആശ്രമത്തിൽ വരുന്നവർക്കും എവിടെങ്കിലും പോയി സംസാരിച്ചാലും മനുഷ്യർക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാക്കി കൊടുക്കുക. എത്ര പേരാ ടെലിഫോൺ ചെയ്ത് എന്നോട് പറയണത്, എഴുതണത് എന്നറിയാമോ? സ്വാമിജിയുടെ മുക്തസുധാകരം കേട്ട ജീവിതത്തിൽ ആകമാനം പരിവർത്തനമാണ്. ചിലർ പറയണു, ഇത് കേൾക്കാഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ഒരു തപ്പല, മനസ്സിന് സമാധാനമാണ് ഇത് കേൾക്കുമ്പോൾ. മിക്കവാറും ആൾക്കാർ പറയുന്നത് സമാധാനം സമാധാനം എന്നാ. അപ്പോൾ ഈ മുക്തസുധാകരത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഉദ്ദേശം എന്താ? സന്തപിക്കുന്ന മനസ്സുകൾക്ക്, ഹൃദയങ്ങൾക്ക് എന്തെങ്കിലും ഒരു തണവോ ശാന്തിയോ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ലോകസംഗ്രഹം. ഈ പറയുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ധർമ്മമെന്ത്, സത്യമെന്ത്, സദാചാരമെന്ത്, ഗുണമൂല്യങ്ങൾ എന്ത്, തത്വസിദ്ധാന്തങ്ങൾ എന്ത്, മനുഷ്യജീവിതത്തിൻ്റെ ആദർശം എന്ത്, സ്വഭാവം എന്ന് പറയുന്നത് എന്താണതിൻ്റെ ശുദ്ധി, പെരുമാറ്റത്തിൻ്റെ സൗഷ്ഠവം എന്ത്, സമ്പർക്കത്തിൻ്റെ സൗന്ദര്യം എന്ത്, ഇതാണല്ലോ നമ്മൾ പറയുന്നത്. ഇത് പറയുമ്പോൾ ശരിയല്ലാത്തതിനെ വിമർശിച്ചും കൊണ്ടാണ് പറയുന്നത്, ഗുണദോഷങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ്. അപ്പം അവർക്ക് മനസ്സിലാവണു ഇതാണോ എന്നൊരു തോന്നൽ. ആ തോന്നൽ വന്നാൽ തെറ്റായ മാർഗത്തിൽ നടക്കുന്നവരെ പിന്തിരിപ്പിച്ചു കൊണ്ടുവന്ന് ശരിയായ മാർഗത്തിൽ പിടിച്ചു കെട്ടി നിർത്തുക. അതാണ് ലോകസംഗ്രഹം. ക്ഷത്രിയന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ലോകസംഗ്രഹം എന്താ? നമ്മുടെ പോലീസുകാർ ചെയ്യുന്നമായി. എവിടെയെങ്കിലും തകരാറുണ്ടെങ്കിൽ അവർ വന്നു, യൂണിഫോമിൽ വന്നു, എന്താ അത് ചെയ്യണത്? പാടില്ല, ഇത് അനുവദിക്കില്ല, നിയമത്തിൻ്റെ കീഴിൽ വേണം എല്ലാവരും പെരുമാറാൻ, ഇല്ലെങ്കിലോ നിയമത്തിൻ്റെ പാട്ടിൽ നടപടിയെടുക്കും എന്നവർ പറയും. അപ്പം അവർക്ക് കൂടുതലും ബലവും ശക്തിയും ശാരീരികവുമാണ്. ഞങ്ങളെപ്പോലെയുള്ളവർ ബലം ഉപയോഗിക്കുന്നവരല്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും മനുഷ്യരുടെ ഹൃദയത്തിൽ നുഴഞ്ഞങ്ങോട്ട് കയറും, ആരും സ്വീകരിക്കാറില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ കവാടം തുറന്നിട്ടുണ്ട്, വരൂ സ്വാമിജി എന്ന് ഒരാളും പറയില്ല. അപ്പം ഞങ്ങൾക്ക് നുഴഞ്ഞ് ശരീരത്തിൽ കിടക്കുകയല്ല, മനസ്സിൽ കിടക്കുക. നുഴഞ്ഞ് വീട്ടിലേക്ക് കിടക്കാൻ അധികാരം ആർക്കും ഇല്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ കാതെനിക്ക് കുറച്ച് തരൂ, കടം തരൂ, നിങ്ങളുടെ ഹൃദയം ഞാൻ കീഴടക്കിക്കോളാം എന്ന് പറയും. അപ്പം കാതിലൂടെ അവരുടെ ഹൃദയത്തിൽ ചെന്ന് അവരുടെ മനസ്സാക്ഷിയെ തട്ടി ഉണർത്തി, തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് പിൻവലിപ്പിക്കുക, അല്ല ശരി ഇല്ലെങ്കിലോ ശരി ഉണ്ടാക്കി തീർക്കുക. ഇതാണ് ഈ ലോകസംഗ്രഹം. ആ ലോകസംഗ്രഹത്തെ ഉദ്ദേശിച്ചെങ്കിലും സമ്പശ്യൻ കർത്തുമർഹസി, ഈ യുദ്ധം ചെയ്തേ തീരുള്ളൂ, കർമ്മപഥത്തിൽ നിന്ന് പിൻവലിയരുത്.
കർമ്മപഥത്തിൽ നിന്ന് പിൻവലിയരുത്. അത് ലോകസംഗ്രഹത്തിൻ്റെ ഒരാവശ്യമാണെന്ന്. ഇതേവരെ എന്തു പറഞ്ഞു? അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ലോകത്തിൽ ജീവിക്കുന്നതിന് എല്ലാവർക്കും അന്നാഹാരം വേണം. അന്നാഹാരം ഉണ്ടാവുന്നത് മഴ പെയ്താലാണ്. അപ്പം മഴ പെയ്താലേ അന്നം ഉണ്ടാവുള്ളൂ, അന്നമുണ്ടെങ്കിലേ ഭൂതങ്ങൾ ജീവിക്കുള്ളൂ എന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മത്തെ പ്രാപിക്കാനായിട്ട് യജ്ഞം സഹായിക്കുന്നു. ഇവിടെ ഒരു സൊസൈറ്റൽ ഓബ്ലിഗേഷൻ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ. ജനകൻ മുതലായിട്ടുള്ളവർ പോലും കർമ്മം കൊണ്ടാണ് അവർ സിദ്ധി നേടിയത്. കർമ്മം വിട്ടുപോയി കാട്ടിലിരുന്ന് തപസ് ചെയ്ത് തപോവൃത്തന്മാരായി നേടിയ സിദ്ധിയല്ല. അവിടെ ചെന്നാലും പരിശ്രമിക്കാനുള്ളത് മനസ്സും ബുദ്ധിയുമാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? പ്രവൃത്തികളിൽ നിന്നൊക്കെ പിന്മാറി മനസ്സിനെയും ബുദ്ധിയെയും മാത്രം ഈ പരമാത്മ ചിന്തനത്തിൽ വിനിയോഗിക്കുകയാണ്. കൃഷ്ണൻ പറയണു അത് വേണമെന്നില്ല. ഒരു നിലയ്ക്ക് തെറ്റുമാണ് അർജുനെ പോലെയുള്ളവർക്ക്. അപ്പം അവരെ കർമ്മത്തിലൂടെയാണ് ഈ സിദ്ധി നേടിയത്. ആ കർമ്മം എങ്ങനത്തതായിരുന്നു? ലോകസംഗ്രഹ പ്രവൃത്തിയായിരുന്നു. ഈ യുദ്ധം ഉപേക്ഷിച്ച് പോയാൽ എന്തുവരും? അത് വ്യക്തിയമായൊരു ഉപേക്ഷയാവില്ല. അത് ലോകത്തിന് തന്നെ വലിയ ഒരു അക്രമം നമ്മൾ സംഭാവന ചെയ്യുന്ന പോലെ, അടിച്ചേൽപ്പിക്കുന്ന പോലെ ആകും. അപ്പം ഈ യുദ്ധം നിന്റെ വ്യക്തിയമായ ഇംഗിതത്തിന് വേണ്ടിയിട്ടല്ല ഈ യുദ്ധം നടത്തുന്നത്. ദുര്യോധനാദികളെ പോലെയും അവരുടെ കൂടെ വന്നിട്ടുള്ള 11 അക്ഷൗഹിണി സേനയും അവർക്ക് ബലം വന്നു, ആധിപത്യം വന്നു, അധീശത്വം വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജംബൂ ദ്വീപത്തിലുള്ള പ്രജകൾ മുഴുവനും വീർപ്പുമുട്ടും. കംസന്റെ ഒരു ദുർഭരണം കൊണ്ട് അവിടുന്ന് പലായനം ചെയ്തു മധുരയിൽ നിന്ന് പലരും, ഒറ്റ ആളുടെ ദുർഭരണം കൊണ്ട്. ഇത്രയും ജനങ്ങൾ എല്ലാവരും കൂടി പങ്കെടുക്കുന്ന ഈ മഹായുദ്ധത്തിൽ ദുര്യോധനപക്ഷം എങ്ങാനും ജയിച്ചു, അല്ലെങ്കിൽ പാണ്ഡവപക്ഷം യുദ്ധം ചെയ്യാതെ പിന്മാറി എന്ന് വന്നാൽ ഇവിടെ നടക്കാൻ പോകുന്ന സാഹസം, അട്ടഹാസം എന്തായിരിക്കും എന്നൊന്ന് പ്രതീക്ഷിച്ചു നോക്കൂ. അപ്പം ലോകസംഗ്രഹത്തിനെ ഉദ്ദേശിച്ചെങ്കിലും സംപശ്യൻ കർത്തുമർഹസി, പ്രവൃത്തി ചെയ്തേ തീരൂ, അതിൽ ഒഴിവില്ല. എന്താ അർജുനന് പറയാനുള്ളത്? ഇനി എന്താ അർജുനന് പറയാനുള്ളത്? ഒരു സദ്ഗുരുവിൻ്റെ അടുത്ത് ചെന്നു, അല്ലെങ്കിൽ ഒരു ആശ്രമത്തിൽ ചെന്നു, കുറച്ചു കാലം സാധന ചെയ്തു, ഗുരുസംഘത്തിൽ പല കാര്യങ്ങളും നടന്നു, മനസ്സ് പവിത്രമായി, ബുദ്ധിക്ക് തെളിച്ചം വന്നു, അധ്യാത്മതത്വം ഗ്രഹിച്ചു. അങ്ങനെ വന്നാൽ അവർ പിന്നെ ചെയ്യാൻ പോകുന്നത് എന്താ? ആശ്രമം തന്നെ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ കണ്ടമാനം പ്രവൃത്തികളുണ്ട്. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് 24 മണിക്കൂർ 2 കൈയും പോരാത്ത നിലയാണ് ആശ്രമത്തിലെന്ന്. അപ്പം ഇങ്ങനെ പല സംഗതികളുമുണ്ട്, പല സംഗതികളും. ഓരോ സന്യാസിമാർ ഓരോ പുസ്തകം എഴുതുന്നത് നല്ല പുസ്തകമാണെങ്കിൽ എത്ര ദിവസം അതിന് ചെലവ് ചെയ്യണമെന്ന് അറിയാമോ നിങ്ങൾക്ക്? വ്യാസമഹർഷി 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം എഴുതി. വാൽമീകി മഹർഷി 24,000 ശ്ലോകങ്ങളുള്ള രാമായണം എഴുതി. 32,000 ശ്ലോകങ്ങളുള്ള യോഗവാസിഷ്ഠ രാമായണം എഴുതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ശാശ്വതമായിരിക്കുന്ന ഒരു ഗ്രന്ഥം രചിക്കണമെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് സാധിക്കുമോ എന്ന്? സാധിക്കില്ല. മണിക്കൂറുകൾ കൊണ്ട് സാധിക്കില്ല. മാസങ്ങൾ കൊണ്ട് പറ്റില്ല. വർഷങ്ങൾ കൊണ്ടും പറ്റില്ല. ദശാബ്ദങ്ങൾ വേണം അത് നടത്തണമെങ്കിൽ. അപ്പം അവരുടെ പ്രവൃത്തിയോപായ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അവരുടെ ലോകസംഗ്രഹം കർമ്മനിരതത്വമാണ്. ഭരണകർത്താക്കൾ മേശയിലും കസേരയിലും ഇരുന്ന് ആലോചിച്ച് ഓർഡറൊക്കെ പുറപ്പെടുവിച്ച് കാര്യങ്ങൾ നടത്തും. ആശ്രമവാസികൾ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ പറയും, എനിക്ക് എൻ്റെ ആശ്രമത്തിൽ, നമ്മുടെ ആശ്രമത്തിൽ 2 ജോലിയേ ഉള്ളൂ. എന്താ? ഒന്നുകിൽ സംസാരിക്കുക, ഇല്ലെങ്കിൽ എഴുതുക. അത്രയേ ഉള്ളൂ. ഭക്ഷണം കഴിക്കും, കുളിക്കും, അല്പം ഉറങ്ങും ചെയ്യും. ബാക്കിയുള്ള സമയം മുഴുവനും ഭൂമാനന്ദ സ്വാമിക്ക് ഒന്നുകിൽ എഴുതുക, ഇല്ലെങ്കിൽ സംസാരിക്കുക. വേറെ ഒരു ജോലിക്ക് സമയമില്ല. നമ്മുടെ ആശ്രമത്തിൽ കുറേ സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. കുറേയൊക്കെ ഞാൻ നട്ടു വളർത്തിയതാണ്, നമ്മൾ ചെയ്യിപ്പിച്ചതാണ്. അതിൻ്റെ അടുത്തൊന്ന് പോവാൻ എനിക്ക് പറ്റില്ല. ആരെങ്കിലും വന്നാൽ സംസാരിക്കണം, മുക്തി സുധാകരത്തിനുള്ള മാറ്റർ ജനറേറ്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് മാസികകളും പുസ്തകങ്ങളും ഒക്കെ ഉണ്ട്. പുസ്തകങ്ങൾ എഴുതാനൊക്കെ എത്ര പുസ്തകങ്ങൾ വേണമെങ്കിൽ എഴുതാമല്ലോ. അപ്പോൾ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് സന്യാസിമാർക്കും ഉണ്ട്. അവരും കർമ്മനിരതരാണ്. അവരുടെ പ്രവൃത്തി സത്വഗുണപ്രധാനമായിരിക്കും എന്ന് മാത്രം. സത്വഗുണം ഉത്കടമായിരിക്കും. അതിൻ്റെ തൊട്ടടുത്ത് രജോഗുണം ഉണ്ടാവും. അത്യാവശ്യത്തിന് പിൻവാങ്ങി ഉറങ്ങുക, ഇത്തിരി വിശ്രമിക്കുക, അതും ഉണ്ടാവും തമോ ഗുണം.
അപ്പോൾ പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാകുന്ന ചോദ്യമേ ഇല്ല. സന്യാസിമാരെ ഇടക്കാലത്തേക്ക് മാത്രമേ കൂടുതൽ ധ്യാനത്തോടുകൂടി പഠിപ്പോടുകൂടി അങ്ങനെ ഒതുങ്ങിയിരിക്കുള്ളൂ. അവർക്ക് ആ പഠിപ്പ് ഒരുവിധം തികഞ്ഞു, തനിക്ക് അനുഭവം വേണ്ടത്രയായി, ഗുരുസംഘം കിട്ടി എന്ന് വരുമ്പോൾ ഉടനെ ജ്ഞാനപൂർണത അവരെ വ്യവഹാരസ്ഥനാക്കാൻ വേണ്ടിയാണ് പ്രേരിപ്പിക്കുക. എങ്ങനെ വ്യവഹാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ധ്യാനമഗ്രനായി ഗുരുസംഘത്തോടുകൂടി മറ്റുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധ പതിപ്പിക്കാതെ പിൻവാങ്ങി നിന്നുവോ, അതിൻ്റെ 10 ഇരട്ടിയായിരിക്കും പിന്നെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത്. ധ്യാനത്തിൽ സന്തോഷിച്ച അതേ മനസ്സ് വ്യവഹാരത്തിൽ സന്തോഷിക്കും. ധ്യാനത്തിൽ സന്തോഷിച്ച അതേ മനസ്സ് വ്യവഹാരത്തിൽ സന്തോഷിക്കും. ധ്യാനവും വ്യവഹാരവും ഒരുപോലെ ആകണം. വ്യവഹാരം പറ്റില്ല എന്ന് പറയുന്നത് മൂഢതയിലാണ്, അജ്ഞാനത്തിലാണ്. ബ്രഹ്മകർമ്മ സമാധിന എന്നൊരു പ്രയോഗമുണ്ട് ഭഗവത്ഗീതയിൽ. ബ്രഹ്മകർമ്മ സമാധിന. എന്താ ഈ പദത്തിന് അർത്ഥം? ആ ശ്ലോകം വരുമ്പോൾ ഒരു പക്ഷേ കൂടുതൽ വിവരിക്കാം. അതിൻ്റെ അർത്ഥം കർമ്മം തന്നെ ബ്രഹ്മമാണെന്ന്. കർമ്മത്തിനെ ബ്രഹ്മമായി കാണുന്ന ഒരു മനസ്സുള്ളവനാണ് ബ്രഹ്മകർമ്മ സമാധി. ആദ്യമാണ് നമ്മൾ കർമ്മങ്ങളൊക്കെ പിൻവലിച്ച് അത് കഴിഞ്ഞാൽ ഈ കർമ്മത്തിൽ എന്താ? മനസ്സ് തന്നെയാണതിൽ, ബുദ്ധി തന്നെയാണതിൽ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. കൈ ഇങ്ങനെ മടക്കണു, വിരലിങ്ങനെ മടക്കണു. ഒരു 10 ദിവസം വിരൽ മടക്കാതെയും കൈ മടക്കാതെയും നിന്ന് നോക്കൂ, ആ കൈയിന് പിന്നെ മടങ്ങാൻ പറ്റില്ല. നടക്കാതെ പരിചയിച്ചവന് നടക്കാൻ പറ്റില്ല, വരണ്ടു വീഴും. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ മുഴുവനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. പ്രവർത്തനം അധികമാകരുത്, കുറയാനും പാടില്ല. ആ പ്രവർത്തനം വളരെ വളരെ അത്യാവശ്യമാണ്. ഇനി ജ്ഞാനം എന്നുള്ളൊരു ഘടകം എടുത്തോളൂ. ആ ജ്ഞാനം സഫലമാകുന്നത് എപ്പോഴാണ്? നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടാവും, 1 മണിക്കൂർ ധ്യാനിക്കണം, 2 മണിക്കൂർ ധ്യാനിക്കണം, ധ്യാനിക്കുന്നവനാണ് കേമൻ എന്നൊക്കെ വിചാരം. ഇതൊക്കെ അപൂർണ ജ്ഞാനമാണ്. ശാസ്ത്രമെടുത്ത് വായിക്കൂ, അപ്പോഴേ നിങ്ങൾക്കറിയുള്ളൂ. യോഗവാസിഷ്ഠ രാമായണത്തിലാണല്ലോ ഈ ജ്ഞാനം പൂർണ്ണമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നത്. അതിൽ വസിഷ്ഠ മഹർഷി പറയുകയാണ്, ഏകസമാധാനം എന്ന്. കേട്ടോ നിങ്ങൾ വാക്ക്? ഏകസമാധാനഹാന്ന്. ആ സമാധാനം ഒരേപോലെ എല്ലാ സമയത്തും ഉണ്ടാവുന്നു. സമാധാനം വിട്ടുകളയരുതെന്ന്. സമാധാനം വിട്ടുകളയരുത്. ധ്യാനത്തിൽ എന്താ ഉണ്ടാവുന്നത്? ലോകവൃത്തികളും ലോകബന്ധങ്ങളും എല്ലാം വിട്ട് മനസ്സിനെ പിൻവലിപ്പിച്ച് ആത്മാനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനമുണ്ടാവും. ആ സമാധാനം ആർക്കാ ഉണ്ടാവുന്നത്? മനസ്സിന്. ആരാ ഉണ്ടാക്കുന്നത്? അതേ മനസ്സ് തന്നെ. അവിടെ പ്രവൃത്തികളെയെല്ലാം വിട്ടിട്ടാണ് സമാധാനം. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദൈഹികം ഐന്ദ്രിയമായ പ്രവൃത്തികൾ. ഒതുങ്ങിയിരുന്നിട്ടാണ് സമാധാനം. ആ സമാധാനം അവിടുന്ന് എണീക്കുന്നതോടുകൂടി ഒരു മൗഢ്യമായി അത് പോവുകയും ചെയ്യും. അപ്പം ആ ആളുടെ സമാധാനം സ്ഥിരമല്ല. എന്നാൽ എപ്പോഴും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റൂല, സാധിക്കൂല. അപ്പം സമാധാനം ധ്യാനത്തിൽ കിട്ടുമ്പോൾ അതേ സമാധാനം ബാക്കിയുള്ള സമയത്തിൽ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കഠിന ദുഃഖമാണ് ഉണ്ടാവുക. എനിക്ക് എപ്പോഴും സമാധാനത്തിന് വേണ്ടി ധ്യാനിക്കാൻ പറ്റണില്ല, എഴുന്നേൽക്കേണ്ടി വരണമല്ലോ എന്ന് പറഞ്ഞിട്ട് പരമദുഃഖം. അപ്പം ധ്യാനം ഒരു നിലയ്ക്ക് ധ്യാനത്തിൽ നിന്ന് വ്യുത്ഥിതൻ എഴുന്നേൽക്കുന്ന സമയത്ത് ദുഃഖത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അപ്പം എന്തു വേണം? ഈ ധ്യാനം അധ്യാനം എന്നുള്ള വ്യത്യാസത്തിനെ മറികടക്കാൻ നോക്കണം. അങ്ങനെ മറികടക്കാൻ സാധിച്ച് ധ്യാനവും ധ്യാനമല്ലാത്ത നിലയും രണ്ടും തമ്മിൽ വ്യത്യാസമില്ലാതെ ആയിത്തീർക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജ്ഞാനവും നമ്മുടെ ഗ്രഹണവും വർദ്ധിപ്പിച്ച് അങ്ങേയറ്റത്ത് എത്തിക്കാം. അതാണ് ഏകസമാധാന എന്ന വാക്കിനർത്ഥം.